ഒരു കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം നൂറയും ആദിലയും ഇത്രത്തോളം ഒരു സപ്പോർട്ട് കിട്ടാനായിട്ടുള്ള കാരണം അനുമോളുടെ കൂടെ നിന്നതുകൊണ്ടാണ് ഒരു ഫാക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനുമോൾക്കെതിരെ അറ്റാക്ക് വന്നപ്പോൾ അനുമോളിനെ സപ്പോർട്ട് ചെയ്ത് വന്ന ആളുകളാണ് ഷാനവാസ്, ആദില, നൂറ. അപ്പോൾ അവർ എന്തായാലും പോവാതെ പിടിച്ചു നിന്നു. ഓപ്പോസിറ്റ് ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആദിലയും നൂറയും നേരത്തെ പോയേനെ. രണ്ടാമത്തെ കാര്യം, ഇവർ രണ്ടുപേരും പാർട്ട്നേഴ്സ് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇവർക്കെതിരെ വലിയ അറ്റാക്ക് വന്നിട്ടില്ല. അറ്റാക്ക് വന്നത് ആകെ ലക്ഷ്മിയുടെ കേസിൽ മാത്രം ഒരാൾ അറ്റാക്ക് ചെയ്തു, അത്രയേ ഉള്ളൂ. പരസ്പരം സംസാരിക്കുന്നുണ്ട്, ഇവർ പരസ്പരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പരസ്പരം താങ്ങും തണലായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അനുമോൾ അങ്ങനെയല്ല. അനുമോളുടെ കേസിൽ കാര്യം അനുമോളുടെ കയ്യിൽ നിന്നുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ടാണ് അനുമോൾക്ക് ചില സിറ്റുവേഷൻസിൽ ഈ അറ്റാക്ക് വന്നിട്ടുള്ളതെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഇത്രയധികം ആൾക്കാർ ഒന്നിച്ച് അറ്റാക്ക് ചെയ്തിട്ടും പിന്നെ ശക്തിയായിട്ട് തിരിച്ച് വരുന്നതും അവിടെ പിടിച്ചു നിൽക്കുന്നതും പ്രത്യേക ഒരു കഴിവാണത്. അത് ഇല്ലയെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് PR പുറത്തുണ്ടെന്ന് പറഞ്ഞാലും അകത്തുള്ള മത്സരാർത്ഥികൾ എന്തായാലും അനുമോളുടെ PR പെട്ടതല്ലല്ലോ. അപ്പോൾ അവരൊരുമിച്ച് അറ്റാക്ക് ചെയ്യലും ഇതുപോലെ പറയുന്നത് സഹിച്ച് നിൽക്കുക. പിന്നെ ഇപ്പോൾ പുറത്തു പോയിട്ടുള്ള ആൾക്കാരെല്ലാം കണ്ടുവന്നിട്ട് പിന്നെയും അറ്റാക്ക് ചെയ്യുക. ആ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ആദിലയും നൂറയും അവരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ മാനിപ്പുലേഷൻസിൽ കടന്നു ചെന്ന് ഇവരെ പുറകെ നിന്ന് കുത്തുകയല്ലേ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലേക്ക് അവിടെ എണീറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്ലീവേജിൻ്റെ കേസൊക്കെ അവിടെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അനുമോൾ അവരുടെ മുന്നിലേക്ക് വലിച്ചിട്ട്? പക്ഷേ നേരെ ഓപ്പോസിറ്റ് അനുമോൾ ഇവരെ പറ്റി ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ പറയില്ല എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ അനുമോളുടെ ഗെയിമാണോ, ആ ഒരു ഇമേജ് ബേസ് ചെയ്തിട്ട് കളിക്കുകയാണോ, അങ്ങനെ ഒരു ഇമേജ് പ്രേക്ഷകരിൽ എത്തിക്കാമെന്നപ്പോൾ നമുക്കറിയില്ല. എന്തായാലും അത് നല്ല കാര്യമാണ്. എന്താ കളി ഗെയിമാണോ അല്ലെങ്കിൽ റിയൽ ക്യാരക്ടറാണോ? ഈ ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ട് നമുക്ക് റിയൽ ക്യാരക്ടറാണോ അവരുടെ ഗെയിമിന് വേണ്ടി അങ്ങനെ ഒരു ക്യാരക്ടർ പിടിച്ചേക്കുകയാണോ എന്ന് നമുക്കറിയില്ല. നമുക്ക് പേഴ്സണലായിട്ട് അവരെ അറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മറ്റൊന്നുമല്ല, നൂറ ഒറ്റയ്ക്ക് അവിടെ ആകെ 2 ദിവസമുള്ളൂ. ആ ഒറ്റയ്ക്ക് നിന്ന് ഒരു അറ്റാക്ക് വന്നപ്പോൾ ഒരു മെൻ്റൽ, അതായത് മാനസികമായിട്ടുള്ള ഉറപ്പ് കാണിക്കാനായിട്ടൊരു സാഹചര്യം വന്നു. എല്ലാവരും കൂടി നൂറേനെ അറ്റാക്ക് ചെയ്തില്ല. അനുമോളാണ് ചെന്ന് ചോദിച്ചത് ഈ കാര്യം. അപ്പോൾ തന്നെ വീക്കായി ആകെ അവശ നിലയായി താങ്ങി നടക്കേണ്ട ഒരു സിറ്റുവേഷൻ. കലാഭവൻ സരികയും പിന്നെ നമ്മുടെ എന്താ പറയുക ശൈത്യ, ഇതെല്ലാം തുടങ്ങി വെച്ചിട്ടുള്ള ആൾ, അവർ നൂറെ താങ്ങിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കേസ് തന്നെ ഇവരും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് 2-3 ദിവസം മുമ്പ് അനുമോൾ ഒറ്റയ്ക്ക് അവർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് അനുമോൾക്ക് തോന്നിയത്? ആ സമയത്ത് എങ്ങനെ അത് ഫേസ് ചെയ്തു എന്നിപ്പോൾ നൂറയ്ക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇവരതിൽ എന്താ പറയുക, ഒരു രീതിയിൽ എണ്ണ ഒഴിക്കുകയും കൂടിയല്ലേ ചെയ്തത്. അപ്പോൾ ഈ ഒരു ടോപ്പ് 5 എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൂറ അർഹിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം അതിലും ഭേദം നെവിനോ അക്ബറോ ആയിരിക്കും. അനുമോള്, അനീഷും ഷാനവാസ് എന്തായാലും ടോപ്പ് 3 ഉണ്ടായിരിക്കും. പിന്നത്തെ 2 പേര് ആരൊക്കെയാണ്? അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ബിഗ് ബോസ് സീസൺ 7 എടുക്കുകയാണെങ്കിൽ ആ ഒരു സീസൺ ഇതുപോലെ ഒരു സക്സസ് ആണെങ്കിൽ ആ സക്സസ് ആവാനായിട്ട് സഹായിച്ച, നമുക്കൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിലൊരു മെയിൻ വില്ലനും അതുപോലത്തെ സ്ട്രോങ് ആയിരിക്കണം. അപ്പം അങ്ങനൊരു വില്ലൻ ക്യാരക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരാളാണ് അക്ബർ. ഈ ഒരു സീസൺ 7 ആ ഒരു ഇമേജ് പോലെയാണ് ഇതിലുണ്ടായിരുന്നത്. ചില കാര്യങ്ങളിൽ അക്ബറിൻ്റെ കറക്റ്റ് പോയിൻ്റായിരുന്നു. നായക രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അക്ബർ സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഒരു ക്യാരക്ടറായിരുന്നു. അക്ബർ ഇല്ലെങ്കിൽ ഈ ഷോയിൽ അതിൻ്റെ കുറവ് ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അതുപോലെ തന്നെ നെവിനും അതുപോലെ എൻ്റെ ട്രെയിനറായിരുന്നു. അനുമോളുടെ ഡ്രാമയാണോ എന്താണോ എന്ന് അറിയില്ലെങ്കിലും കുറേയധികം കണ്ടൻറ്റുകൾ അനുമോളുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ അനുമോളുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം കണ്ടൻറ്റുകളും അതിൽ ബിഗ് ബോസിന് സഹായകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാനവാസ്, അതുപോലെ തന്നെയാണ് അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാനും അത് തിരിഞ്ഞത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം, നൂറയാണ് കുറച്ച് വീക്കായിട്ടുള്ളതും എനിക്ക് തോന്നിയൊരു കാര്യം. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഒരു എപ്പിസോഡിൽ തന്നെ കാണാം എത്ര സ്ട്രോങ് ആയിട്ടാണ് അനുമോൾ കളിക്കുന്നതും
നൂറ അവിടെ വീക്കായി വീഴുന്നത്. കാരണം ഒരാൾ കൂടെ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല നൂറയ്ക്ക്. ആകെ 2 ദിവസമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പുറത്തോട്ട് പോകാം. അവിടെ 2 ദിവസം പോലും പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.